ഇന്ത്യയിലെ സംവരണ നിയമങ്ങളിലും സാമൂഹിക നീതി ഉറപ്പാക്കുന്ന നിയമങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സുപ്രധാന വിധി സുപ്രീം കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് അവരുടെ സ്കെഡ്യൂൾഡ് കാസ്റ്റ് പദവി നിലനിർത്താൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എന്താണ് ഈ വിധിയുടെ പശ്ചാത്തലം? ആർക്കൊക്കെയാണ് ഇത് ബാധകമാവുക? നിയമപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നെറ്റ് സ്റ്റൈൽ ഹൗസ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു കേസിലാണ് ജസ്റ്റിസുമാരായ PK മിശ്ര, NV അഞ്ചാര്യ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ കേസിൽ വിധി പ്രസ്താവിച്ചത്. ക്രിസ്തുമതം സ്വീകരിച്ച് പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരാൾ തനിക്കെതിരെ നടന്ന അധിക്ഷേപം SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ താൻ മതം മാറിയ ആളായതുകൊണ്ട് ഈ നിയമപ്രകാരമുള്ള സംരക്ഷണം തനിക്ക് ലഭിക്കില്ല എന്ന ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ആന്ധ്ര ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത് ക്രിസ്തുമതം പോലുള്ള മതം സ്വീകരിച്ചവർക്ക് പട്ടികജാതി പദവി അവകാശപ്പെടാൻ കഴിയുകയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇതിന് അടിസ്ഥാനം 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ആണ്. ഈ ഉത്തരവിലെ ക്ലോസ് 3 അനുസരിച്ച് ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂ. കോടതിയുടെ നിരീക്ഷണം ഇതാണ്: മതം മാറിയ ശേഷവും ഒരാൾ പഴയ ജാതി സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടാവാം. എന്നാൽ അദ്ദേഹം പ്രായോഗികമായി മറ്റൊരു മതം പിന്തുടരുകയാണെങ്കിൽ ആ ജാതിയുടെ ആനുകൂല്യങ്ങൾക്കോ സംരക്ഷണത്തിനോ അർഹതയുണ്ടാവുകയില്ല. ക്രിസ്തുമതം പോലുള്ള മതങ്ങളിൽ ജാതി വ്യവസ്ഥ നിലവിലില്ലാത്തതിനാൽ ആ മതത്തിലേക്ക് മാറുന്നതോടെ ഒരാൾ ജാതിയുടെ പേരിലുള്ള വിവേചനത്തിൽ നിന്ന് പുറത്താകുന്നു എന്നാണ് നിയമം കാണുന്നത്. ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിലാണ്. പട്ടികജാതിയിൽപ്പെട്ട ഒരാൾ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിച്ചാൽ അവർക്ക് നേരെ എന്തെങ്കിലും ജാതി അധിക്ഷേപം നടന്നാൽ ഈ പ്രത്യേക നിയമപ്രകാരം കേസെടുക്കാൻ സാധിക്കില്ല. കാരണം നിയമപരമായി ഇപ്പോൾ അവർ പട്ടിക വിഭാഗത്തിൽ പെടുന്നില്ല. മതം മാറിയ ശേഷവും പാസ്റ്ററായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരം സംരക്ഷണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ സ്കെഡ്യൂൾഡ് ട്രൈബ്സിന്റെ കാര്യത്തിൽ ഈ മതപരമായ നിയമം ബാധകമല്ല എന്നതും നാം ശ്രദ്ധിക്കണം. ഈ വിധി വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ജാതി എന്നത് ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മതം മാറിയാലും സാമൂഹിക പിന്നേക്ക അവസ്ഥ മാറുന്നില്ലെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്ത നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നാണ് കോടതിയുടെ നിലപാട്. നിലവിൽ സംവരണം അനുഭവിക്കുന്നവർക്കും ഇനി മതം മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിധി വലിയൊരു താക്കീതാണ് നൽകുന്നത്. ഇന്ത്യയിലെ ജാതിമത സംവരണ നിയമങ്ങളിൽ വ്യക്തത വരുത്തുന്ന ഒന്നാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.